ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മളുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണ്. ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ക്രിട്ടിക് റിവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പിക് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് ഫോട്ടോകളുടെ എണ്ണവും കുറവായിരുന്നു. ഞാൻ ബാംഗ്ലൂർ തിരിച്ച് വന്നതിന് ശേഷവും കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. പുതിയ എന്തെങ്കിലും എൻട്രി വന്നെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. 5 ഫോട്ടോസാണ് നമുക്ക് ക്രിട്ടിക് റിവ്യൂവിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ക്രിട്ടിക് റിവ്യൂവിന് ഫോട്ടോസ് അയച്ചിട്ട്, അതായത് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന ടോപ്പിക്കിൽ ഫോട്ടോസ് അയച്ചിട്ട് ക്രിട്ടിക് റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അതായത് ഈ ക്രിട്ടിക് റിവ്യൂവിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മുമ്പിലത്തെയൊക്കെ ക്രിട്ടിക് റിവ്യൂവിൽ നമ്മൾ 10 ഫോട്ടോയിൽ കൂടുതൽ വരുന്ന ഫോട്ടോസ് ഏറ്റവും ബെസ്റ്റ് 10 സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ നമുക്ക് ആകെ 5 ഫോട്ടോസേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വേറെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നമുക്ക് എന്തായാലും ഈ ക്രിട്ടിക് റിവ്യൂവിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല, എങ്കിലും എനിക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ istudio.ktm@gmail.com എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിലാണ് നിങ്ങൾ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഫോട്ടോസ് അയക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറുടെ ബയോഡാറ്റ, CV മുതലായ കാര്യങ്ങൾ അയക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അഡ്രസ്സിൽ ഫോട്ടോഗ്രാഫർ ബയോഡാറ്റ, CV അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മുതലായ കാര്യങ്ങൾ അയക്കാൻ ശ്രമിക്കുക. iStudio ഓൺലൈനിൽ വരുന്ന ഫോട്ടോഗ്രാഫർ ബയോഡാറ്റ മുതലായ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലായിരിക്കും. കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫർ iStudio photographers@gmail.com എല്ലാ ഫോട്ടോഗ്രാഫറുടെ ഒരു ബയോഡാറ്റ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നായിരിക്കും ഡീറ്റെയിൽസ് എടുത്ത് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. എന്തായാലും നമുക്ക് ക്രിട്ടിക് റിവ്യൂവിലേക്ക് കടക്കാം. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ ടോപ്പിക്ക്. ബേസിക് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്നതിനെയാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആമസോൺ മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ വേണം ഫോട്ടോസ് അയക്കാൻ. ഇപ്പം നിങ്ങൾ ആമസോൺ ഫോട്ടോഗ്രാഫർ ആകാൻ വേണ്ടി അപ്ലൈ ചെയ്താൽ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. മീൻസ് ഏതെങ്കിലും ഒരു ജോബ് സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ ഇതിലേക്ക് വിളിക്കത്തുള്ളൂ. പക്ഷേ നല്ല മെനക്കോടുള്ള പണിയാണ്, സാലറിയും അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബേസിക്കലി ഇതുപോലുള്ള വെബ്സൈറ്റുകളിലെ ഫോട്ടോസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഫോട്ടോസ് എടുക്കേണ്ടത്. എങ്കിലും ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കുന്ന പ്രോഡക്റ്റ് ഫോട്ടോഷൂട്ട്സും ഉണ്ട്. അതായത് നമ്മൾ ഫോസിൽ വാച്ചിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എടുക്കുന്നവരുമുണ്ട്. എങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഭൂരിഭാഗം ആൾക്കാരും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോട്ടോയിലേക്ക് കടക്കാം. അയച്ചിരിക്കുന്നത് ഇസ്മായിൽ തെങ്കിളാനാണ്. ഓക്കെ, ഒരു ഹീറോ 4 ഗോപ്രോയുടെ ഫോട്ടോയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. ഫോട്ടോ കൊള്ളാം. അതുപോലെ തന്നെ ഒരു വൈറ്റ് ബോക്സിനുള്ളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോശമാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രോഡക്റ്റ് ഷൂട്ട് ആകുമ്പോൾ നമ്മളുടെ അപ്പർച്ചർ വാല്യൂ കുറച്ചും കൂടെ കൂട്ടേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് മാക്സിമം ഫോക്കസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രോഡക്റ്റ് ഷൂട്ടിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഇതുപോലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന ഫോട്ടോസ് കൂടുതലും പ്രോഡക്റ്റിൻ്റെ ഫുൾ ഏരിയ കാണുന്ന രീതിയിലായിരിക്കും എടുക്കാൻ. ഇപ്പോൾ നമുക്ക് f2.4 ഓപ്പണിംഗ് ആണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മൊബൈൽ ക്യാമറ ആകാനുള്ള ചാൻസും ഉണ്ട്. മീൻസ് നമുക്ക് 3.5 mm ലെൻസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, മൊബൈൽ ക്യാമറയാണ്. ഹുവൈ LUAU22 എന്ന് പറയുന്ന മോഡലാണ്. ചിലപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. മൊബൈൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ കൺട്രോൾസ് ഉള്ള മൊബൈലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മൊബൈൽ ക്യാമറ എന്ന കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൊള്ളാവുന്ന ചിത്രമാണ്. പക്ഷേ ഒരു പ്രോഡക്റ്റ് ഷൂട്ടാകുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ പ്രോഡക്ട്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മായ്ച്ച് കളയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്പോട്ട്സ് നമ്മുടെ പ്രോഡക്ട്സിൽ കാണാം. അതെല്ലാം ഒന്ന് മായ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു കോമ്പറ്റീഷൻ അല്ല, ജസ്റ്റ് എനിക്ക് പറ്റുന്ന ഇൻപുട്ട് നിങ്ങളുടെ ഫോട്ടോയെക്കുറിച്ച് തരിക എന്നുള്ളതാണ് നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രോഡക്റ്റ് മീൻസ് ആക്ച്വലി ഫോക്കസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. മീൻസ് ഈ മോഡെന്ന് പറയുന്ന പോർഷനിലാണ് ഈ ഫോട്ടോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഫോക്കസ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് വരേണ്ട പോർഷൻ, അതായത് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗം അല്ലെങ്കിൽ ഈ ചെറിയ ഡിസ്പ്ലേ മുതലായ കാര്യങ്ങളൊന്നും ഒരു ഫോക്കസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ. ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ചിത്രം അയച്ചു തന്ന ഇസ്മായിലിന് നന്ദി. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ജഹാംഗീറാണ്. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൗസ് ഗിവ് അവേ ഉണ്ടായിരുന്ന ക്രിട്ടിക് റിവ്യൂവിൽ വിന്നറാണ് ജഹാംഗീർ. ഓക്കെ, അപ്പോൾ ജഹാംഗീർ ഇമെയിലിൽ
എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സാധനം കിട്ടി എന്ന് പറഞ്ഞ് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അയച്ചിരിക്കുന്ന ചിത്രം ഒരു ഫുഡ് ഫോട്ടോയാണ്. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇൻക്ലൂഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഒരു പ്രോഡക്റ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് നമ്മളൊരു പ്രോഡക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറില്ല ചില സന്ദർഭങ്ങളിൽ. പിന്നെ എന്തായാലും ഇതൊരു ഫുഡ് ഫോട്ടോഗ്രാഫിയാണ്. പ്രോഡക്റ്റായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാലും ഫുഡ് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ഫീലിംഗ് ആണ് ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ബ്രൈറ്റ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരിക്കലും ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ബാർബിക്യൂ അല്ലെങ്കിൽ തന്തൂരി മുതലായ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാറുണ്ട്. ഞാനും കുറച്ച് ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നു. ബാംഗ്ലൂർ വന്ന് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ഇതുപോലെ ഒരു ഫുഡ് ഫോട്ടോഗ്രാഫറായിട്ടാണ് ആദ്യം കിട്ടിയ ജോലി. പക്ഷേ കമ്പനി ഒരു തട്ടിയിട്ട് കമ്പനിയായിരുന്നു. പൈസ കിട്ടിയില്ല. ഏകദേശം 14,000 രൂപയുടെ എനിക്ക് കമ്പനി തരാനുണ്ട്. ഓക്കെ, പക്ഷേ പിന്നെ ഞാൻ കുറച്ച് നാൾ അവരുടെ പുറകെ നടന്നു. പിന്നെ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു, സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫി ബിസിനസ് തുടങ്ങി. അപ്പോൾ ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമറിൽ ആ ഫുഡിനെ കുറിച്ചൊരു അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് കാണുമ്പോൾ എനിക്കും ഇത് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഫീല് വരണം. മീൻസ് ഫോട്ടോഗ്രാഫി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഫോട്ടോഗ്രാഫി ഷാർപ്പാണ്. ഫുഡിൻ്റെ കളേഴ്സ് എല്ലാം നമുക്കതിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ അധികം യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ തന്തൂരി മുതലായ ഐറ്റംസ്, ചിക്കൻ ഐറ്റംസിലൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെന്താ കൽക്കരിയും തീക്കനലും ഒക്കെ കാണിക്കുന്ന ഷോട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ചെറിയ ഡാർക്ക് ഫീൽ വരത്തുള്ളൂ. എങ്കിലും കഴിവതും വാമായിട്ട് കീപ്പ് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോട്ടോഗ്രാഫി ജോബിനൊക്കെ, അതായത് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പ്രൊഫൈലിന് ഒരു മുൻഗണന തരുന്നതായിരിക്കും. ഇതിലിനി വേറെ മോശം കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്കിവിടെ ചെറിയൊരു ഫ്ലാഷിൻ്റെ റിഫ്ലക്ഷൻ കാണാം. സൂം ചെയ്ത് ഞാൻ നോക്കുന്നില്ല. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുഡെല്ലാം നല്ല ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ എടുത്തിരിക്കുന്നത് നൈക്കോൺ D5600 അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കഴിവതും ഒരു ഫ്ലാഷ് ഉണ്ടെന്നുള്ള ഫീല് നമുക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. മീൻസ് ഇതുപോലുള്ള ഫുഡ് ഫോട്ടോഗ്രാഫിയിലൊക്കെ. പക്ഷേ ഒരു നോർമൽ പ്രോഡക്റ്റ് ഷൂട്ടാണെങ്കിൽ ഫ്ലാഷ് ഉണ്ടെങ്കിലും, ഫ്ലാഷിൻ്റെ ആ എഫക്റ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഷാർപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിത്രം അയച്ചു തന്ന ജഹാംഗീറിന് നന്ദി. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് പേരില്ല, ഫയൽ നെയിം കൊടുത്തിട്ടില്ല. നോർമലി ഞാൻ ഇതുപോലെ ഫയൽ നെയിം ഇല്ലാത്ത ചിത്രങ്ങൾ ഉൾപ്പെടുത്താറില്ല. അദ്ദേഹത്തിൻ്റെ ഇമെയിലിൽ പേരുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. മെയിനായിട്ട് ഫയൽ നെയിം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ, നമുക്കിതുപോലെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരിവിടെ കാണത്തില്ല, ഇതുപോലുള്ള ഫയൽ നമ്പർ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫയൽ നെയിം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. എനിക്ക് ഓരോ ഫോട്ടോയ്ക്കും നമ്മുടെ ഇമെയിലിൽ തിരിച്ചു പോയി ആരാണ് അയച്ചത് എന്ന് നോക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു റൂൾ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എൻട്രീസ് ഈ ക്രെഡിറ്റ് റിവ്യൂവിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചിത്രമാണെങ്കിൽ പോലും പുറന്തള്ളപ്പെടുമായിരുന്നു. കാരണം നമ്മുടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ ഒരു റൂള് നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചിത്രം നല്ല ചിത്രമാണ്. ഇദ്ദേഹം എനിക്ക് 2 ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അതായത് ബിഹൈൻഡ് ദ സീൻസ് ഒരു ചിത്രവും അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇതിനു വേണ്ടി മുടക്കിയിരിക്കുന്ന ആ നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതായത് അദ്ദേഹം ഫ്ലാഷ് യൂസ് ചെയ്തിട്ടില്ല. ഒരു തലയിൽ വെക്കുന്ന ഒരു ഡയറക്ഷനൊക്കെ കാണിക്കുന്ന ഒരു പോയിന്റ് ലാമ്പാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫ്ലാഷിൻ്റെ എഫക്റ്റ് ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഫോസിലിൻ്റെ ഒരു വാച്ചിൻ്റെ പരസ്യം, ചിലപ്പോൾ ഫോസിലിൻ്റെ വാച്ചിൻ്റെ പരസ്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണ്, ഒരു വൈൽഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് കൂടുതലും ഫോസിലിൻ്റെ പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകളിലാണെങ്കിൽ അവർ 90% ഓൺലൈൻ വെബ്സൈറ്റുകൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്യാമറ നോക്കാം. നിക്കോൺ D5300 ക്യാമറയാണ്. എക്സ്പോഷർ 1/3 ഓഫ് എ സെക്കൻഡ് അറ്റ് f2.5 ഓപ്പണിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറേ അധികം സമയം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്കിവിടെ ഈ സെക്കൻഡ് സൂചി കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. മീൻസ് 1/3 ഓഫ് എ സെക്കൻഡ് ഷട്ടർ സ്പീഡാണ്, എങ്കിലും നമുക്ക് അതിൻ്റെ സെക്കൻഡ് സൂചി കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലാഷും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എങ്ങനെയാണ് നിങ്ങളത് ഫോക്കസിൽ കൊണ്ടുവന്നത് എന്ന്. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് 50mm f1.8 ലെൻസാണ്. ചിത്രം അയച്ചു തന്ന വ്യക്തിക്ക് നന്ദി. താങ്കളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സാച്ചുറേറ്റ് ചെയ്യാം ചിത്രം. കളർ ഇച്ചിരിയും കൂടെ, മീൻസ് വൈബ്രൻസ് ഒന്ന് ചെറുതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ ചിത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ കാര്യങ്ങളൊന്നും മോശമായിട്ടൊന്നും പറയാനില്ല. നല്ലൊരു ചിത്രമാണ്. കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ചെറുതായി ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാത്രം ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ വലിയ മാറ്റങ്ങളില്ല.
ഇതാണ് ബിഫോർ. ഇത് ആഫ്റ്റർ ചെറുതായിട്ട് സാച്ചുറേഷൻ മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് ജിൻസൺ ആണ്. ജിൻസൺ സ്ഥിരമായിട്ട് ക്രിട്ടിക് റിവ്യൂവിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ക്രിട്ടിക് റിവ്യൂവിൽ വന്നിട്ടില്ല, എന്താണ് ക്രിട്ടിക് റിവ്യൂ എന്ന് ചോദിച്ചാൽ, മീൻസ് നിങ്ങൾ അയച്ചിരിക്കുന്ന ഫോട്ടോ ഒരു ക്രിട്ടിസൈസ് ചെയ്തുള്ള ഒരു റിവ്യൂ ഞാൻ തരുന്നു. അതായത് നിങ്ങളുടെ ഫോട്ടോ നല്ലതാണ് എന്ന് മാത്രം പറയുന്ന ഒരു റിവ്യൂ അല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിലെന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ പറയുക എന്നുള്ളതാണ് ക്രിട്ടിക് റിവ്യൂയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കും ഇതുപോലുള്ള സജഷൻസ് പറയുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫിയിലും അത് പ്രാവർത്തികമാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിട്ടിക് റിവ്യൂവിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്രിട്ടിക് റിവ്യൂവിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഫോട്ടോ അയച്ചാൽ ക്രിട്ടിക് റിവ്യൂവിൽ നിങ്ങളുടെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു കോമ്പറ്റീഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. അപ്പോൾ ഇതൊരു പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ക്രിട്ടിക് റിവ്യൂ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഏതെങ്കിലും കോമ്പറ്റീഷനിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും ക്രിട്ടിക് റിവ്യൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ആഴ്ചയും ക്രിട്ടിക് റിവ്യൂവിന് പുതിയ ടോപ്പിക്സ് ഉണ്ട്. എല്ലാ ആഴ്ചയും ഇല്ല, മാസത്തിൽ 2 പ്രാവശ്യമാണ് ക്രിട്ടിക് റിവ്യൂ നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഈ ഫോട്ടോയിലേക്ക് കടക്കാം. ജിൻസൻ്റെ ചിത്രം വളരെ നല്ല ചിത്രം. അദ്ദേഹം വെച്ചിരിക്കുന്നത് കംഫോർട്ട് ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ഒരു ഫോട്ടോയാണ്. അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനും ഒക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ചിത്രം അയച്ചു തന്നിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് ഫോട്ടോ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ജിൻസൻ്റെ ആണെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം നമുക്ക് പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, എല്ലാ ഏരിയാസും ഷാർപ്പാണ്. അതുപോലെ തന്നെ നല്ലൊരു അഡ്വർടൈസിങ് ഫോട്ടോ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിനിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആക്ച്വലി അദ്ദേഹം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലല്ല ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതിൽ ചെറിയ തോതിൽ കാണാനുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ജിൻസന് കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തായാലും ചിത്രം നല്ലതാണ്, ഇപ്രാവശ്യത്തിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രം എന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്കുള്ളത് ജിതിൻ്റെ ചിത്രമാണ്. ജിതിൻ അയച്ചിരിക്കുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഷോട്ടാണ്. പക്ഷേ നമുക്കിതിലെ പ്രശ്നം ഒരു പ്രോഡക്റ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിലാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റിൽ നമുക്കിവിടെ ആകെപ്പാടെ കാണാൻ സാധിക്കുന്നത് നൈക്കോൺ എന്ന് പറയുന്ന ആ ഒരു ലേബൽ മാത്രമാണ്. ഒരു ലെൻസ് ആണെന്ന് നമുക്കറിയാം, ലെൻസിൻ്റെ ചെറിയ ടെക്സ്ചർ നമുക്ക് കാണാം. പക്ഷേ ലെൻസിൻ്റെ യാതൊരു വിധമായ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു ചെറിയ ഡാർക്ക് പോർഷനിലേക്ക് അവയെല്ലാം അങ്ങ് മാഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ഫോട്ടോ മോശമാണെന്നല്ല എനിക്ക് തോന്നുന്നു. ഇപ്പം ഇന്ന് അയച്ചിരിക്കുന്നതിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെയാണ്, ജിതിൻ്റെയാണ്. പക്ഷേ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇമേജ് അല്ല. കുറച്ചും കൂടി ഒരു ലൈറ്റ് പ്രോഡക്റ്റിൽ കൊടുത്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ കാണിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. മോശം ചിത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നല്ലൊരു ചിത്രമാണ്. അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ മുതലായ കാര്യങ്ങൾ നോക്കാം. നൈക്കോൺ D3400 ക്യാമറ. ഫ്ലാഷ് യൂസ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഫ്ലാഷ് യൂസ് ചെയ്തിട്ടില്ല. ഫോക്കൽ ലെങ്ത് 45 mm, f5.6 ഓപ്പണിങ്ങിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം കാര്യങ്ങൾ ഫോക്കസിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കിറ്റ് ലെൻസ് ആണ്. 18-55 mm കിറ്റ് ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. കിറ്റ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും ഷാർപ്പായിട്ട് നല്ലൊരു ചിത്രം എടുക്കാനായിട്ട് മിസ്റ്റർ ജിതിൻ ജോസഫിന് സാധിച്ചു. അപ്പോൾ ചിത്രം അയച്ചു തന്ന ജിതിനും നന്ദി. നമ്മളുടെ ചെറിയ ക്രിട്ടിക് റിവ്യൂ ഇവിടെ തീരുകയാണ്. മീൻസ് നമുക്ക് ഒരു ഫോട്ടോ കൂടെ ക്രിട്ടിക് റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാണ് ഈ ഫോട്ടോ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ പ്രശാന്ത് മംഗലത്താണ്. അദ്ദേഹവും സ്ഥിരമായിട്ട് ഫോട്ടോസ് അയച്ചു തരാറുള്ള ഒരു സബ്സ്ക്രൈബറാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ടില്ല പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കൊള്ളാം, പക്ഷേ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മീൻസ് നമ്മുടെ ഷാർപ്പ് ഫോക്കസിലിരിക്കുന്ന ഒരു പോർഷൻ പോലും ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഫിലിപ്സ് എന്ന് പറയുന്ന ഏരിയയിലാണെങ്കിൽ തന്നെ ഫോക്കസ് ഇച്ചിരി മിസ്സിംഗ് ആണ്. ഒരു മൊബൈൽ ഫോട്ടോയാണോ എന്ന് ജസ്റ്റ് ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു മൊബൈൽ ഫോട്ടോയാണ്. എൻ്റെ ഇരിക്കുന്ന സെയിം ഫോണാണെന്ന് തോന്നുന്നു. Redmi 3S ആണ്. എൻ്റെ ഇരിക്കുന്ന Redmi 3S Prime ആണ്. ഫോണിൻ്റെ ക്യാമറ അത്ര അങ്ങോട്ട് പോരാത്തൊരു ഫോണാണ്. എങ്കിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണിലെ ഫ്ലാഷ് യൂസ് ചെയ്താണ് അദ്ദേഹം ഫോട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ ആ മൊബൈലിൻ്റെ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് പകരം എന്തെങ്കിലും ഒരു ചെറിയ വിളക്കോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനെക്കാട്ടും വിളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ഇമേജ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു Xiaomi 3S Redmi 3S ക്യാമറ മൊബൈൽ ഫോണാണ്.
4.22 mm ഓപ്പണിങ്ങിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൽ എക്സ്പോഷർ മുതലായ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഇത് നൈറ്റ് മോഡിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കാം. നൈറ്റ് മോഡിലല്ല, ഡേ ടൈമിൽ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ചിത്രം അയച്ചു തന്ന പ്രശാന്തിനും നന്ദി. ഇപ്പോൾ ക്രിട്ടിക്കൽ റിവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഫോട്ടോ അയച്ചു തന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്രിട്ടിക്കൽ റിവ്യൂവിൻ്റെ ടോപ്പിക്ക് വിൻഡ് എന്ന് പറയുന്നതാണ്. അതായത് കാറ്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് കാറ്റിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ എഫക്റ്റ് കാണാൻ സാധിക്കും. ഒരാളുടെ തൊപ്പി പറന്നു പോകുന്നു, അല്ലെങ്കിൽ ഇലകൾ ഒരു മരത്തിൽ നിന്ന് ഒരു പ്രത്യേക ഡയറക്ഷനിൽ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരുടെ വസ്ത്രങ്ങൾ ഒരു സൈഡിലേക്ക് കാറ്റടിച്ചിങ്ങനെ പോകുന്നു. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിറ്റ്പിക്ക് ചെയ്തത്. ഈ വിൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ക്രിയേറ്റിവിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഇടുന്നത്. ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കുന്നവരുടെ ഫോട്ടോസ് ആയിരിക്കും ക്രിട്ടിക്കൽ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം 10 ഫോട്ടോസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും നല്ല 10 ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവ നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂവിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് അയക്കാൻ ശ്രമിക്കുക. മീൻസ് ഒരു പ്രാവശ്യം ഫോട്ടോ അയച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ കുറച്ചും കൂടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ. കാരണം നിങ്ങളെക്കാട്ടും ബെറ്ററായിട്ട് ഫോട്ടോ എടുക്കുന്ന 10 പേരുണ്ട് ഈ കൂട്ടത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരെക്കാട്ടും ടോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഫോട്ടോഗ്രാഫിയും ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. അതിന് ചാനലിനെ സഹായിച്ച എല്ലാ ആൾക്കാർക്കും നന്ദി. ഇനി പറയാനുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഫോട്ടോ എഡിറ്റിംഗ് മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.